കൊമേഴ്സ് ഒരു പേടിസ്വപ്നമാണോ? നമുക്കിത് ലളിതമായി പഠിക്കാം. നമസ്കാരം, ഞാൻ കാർത്തികോ. നിങ്ങളിൽ പലരെയും പോലെ 10ാം ക്ലാസ് കഴിഞ്ഞ് വലിയ പ്രതീക്ഷകളോടെ 11ാം ക്ലാസ്സിൽ കൊമേഴ്സ് തിരഞ്ഞെടുത്ത ഒരാളാണ് ഞാൻ. എന്നാൽ അതുവരെ മാത്സും സയൻസും പഠിച്ചു ശീലിച്ച എനിക്ക് കൊമേഴ്സ് തുടക്കത്തിൽ ഒരു വലിയ പേടിസ്വപ്നം തന്നെയായിരുന്നു. ഈ വിഷയം തിരഞ്ഞെടുത്തത് ഒരു അബദ്ധമായോ എന്ന് പോലും ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. +2 കഴിഞ്ഞിട്ടും എന്റെ മനസ്സിൽ അക്കൗണ്ടിങ്ങിനെക്കുറിച്ച് ഒട്ടനവധി സംശയങ്ങൾ ബാക്കിയായിരുന്നു. എന്നാൽ ഇനി ഒരു തിരിച്ചുപോക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം സബ്ജക്റ്റിനെ ആഴത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞാൻ തീരുമാനിച്ചു. ആ കഠിനാധ്വാനത്തിന്റെ ഫലമായി ഇന്ന് ഞാൻ M.Com, MBA എന്നീ ബിരുദാനന്തര ബിരുദങ്ങൾ പൂർത്തിയാക്കി ഒരു അക്കൗണ്ടിംഗ് പ്രൊഫഷണലായും അധ്യാപകനായും പ്രവർത്തിച്ചു വരുന്നു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലായ കാര്യം, പല കുട്ടികളെയും അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങൾ ഇവയൊക്കെയാണ്. എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ് എന്നതിലെ വ്യക്തതയില്ലായ്മ. അക്കൗണ്ടിംഗ് നിയമങ്ങൾ എങ്ങനെ കൃത്യമായി പ്രായോഗികമായി ഉപയോഗിക്കണം എന്നറിയാത്ത അവസ്ഥ. പരീക്ഷാ ഹാളിൽ ട്രയൽ ബാലൻസും ബാലൻസ് ഷീറ്റും ടാലി ആവാതെ വരുന്നത് മൂലമുണ്ടാകുന്ന ആത്മവിശ്വാസക്കുറവ്. ഇത്തരം ചെറിയ സംശയങ്ങൾ കാരണം അറിയാവുന്ന ഉത്തരങ്ങൾ പോലും എഴുതാൻ കഴിയാതെ വരികയും മാർക്ക് കുറയുകയും ചെയ്യുന്നു. ഇനി പേടി വേണ്ട, നമുക്ക് ഒന്നിച്ച് പഠിക്കാം. ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ ശ്രീ മൂകാംബിക ഓൺലൈൻ ട്യൂഷനിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ. ഞങ്ങളുടെ ക്ലാസുകളുടെ പ്രത്യേകതകൾ: അടിസ്ഥാനം മുതൽ അക്കൗണ്ടിംഗിലെ ഓരോ ചെറിയ സംശയങ്ങളും വളരെ ലളിതമായി തീർത്തുതരുന്നു. തിയറിക്കും പ്രോബ്ലംസിനും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പഠനരീതി മികച്ച മാർക്ക് നേടാൻ നിങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുന്നു. ശ്രീ മൂകാംബിക ഓൺലൈൻ ട്യൂഷൻ, ലേൺ ഫ്രം ദി ബേസിക്സ്.